എല്ലാവർക്കും കോമേറ്റ് എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ KFC അസിസ്റ്റൻറ്റിൻ്റെ മൊഡ്യൂൾ വൈസ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മൊഡ്യൂൾ 1 അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ഡെഫിനിഷനും അതുപോലെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് എന്നുള്ള ടോപ്പിക്കുമാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് നോക്കാം. അതിന് മുൻപ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ടതാണ്, ഫാദർ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ലൂക്ക പാഷ്യോളിയാണ്, ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യനാണ്. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് എല്ലാവർക്കും ഈസി ആയിട്ട് അറിയാവുന്ന ഒരു ഡെഫിനേഷനാണ് AICPA ഡെഫിനേഷൻ, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. സോ അക്കൗണ്ടിങ് is an art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, അത് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് അക്കൗണ്ടിങ്. അതുപോലെ തന്നെ മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളത്. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അതിൻ്റെ റിസൾട്ട്സ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. അതാണ് ബേസിക്കലി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബിസിനസ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് വരുന്നത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യുന്നു ബൈ പ്രിപ്പയറിങ് ബാലൻസ് ഷീറ്റ്, അല്ലേ? നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസേഴ്സിന് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ കുറേ അധികം സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. യൂസേഴ്സ് നമുക്കറിയാം രണ്ട് തരത്തിലുണ്ടാവും, അല്ലേ? ഇൻറ്റേർണൽ യൂസേഴ്സും അതുപോലെ തന്നെ എക്സ്റ്റേണൽ യൂസേഴ്സും. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തന്നെയുള്ളത്, എംപ്ലോയീസ്, മാനേജ്മെൻറ്റ്, അതൊക്കെ. എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് പുറത്തുള്ളവർ, അല്ലേ? ഇപ്പം ഒരു കമ്പനീൻ്റെ ആണെങ്കിൽ കസ്റ്റമേഴ്സ്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, ഇവരൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. ഈ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിലാണ് നമുക്ക് പഠിക്കാനുള്ള പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്സ്, കൺവെൻഷൻസ്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം വരുന്നത്. അപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ഇത് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. So theory base of accounting consists of principles, concepts and conventions. Accounting standards ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്താണ്? എൻഷുവേഴ്സ് യൂണിഫോമിറ്റി ആൻഡ് കൺസിസ്റ്റൻസി ടു ദി പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് പ്രോസസ്സിന് യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും കൊടുക്കുക എന്നുള്ളതാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഗ്യാപ്പ് എന്താണെന്ന് നോക്കാം. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതായത് നമ്മുടെ അക്കൗണ്ടിങ് പ്രൊസീജിയേഴ്സിനും മെത്തേഡ്സിനും ഒക്കെ എന്ത് ചെയ്യണം, യൂണിഫോമിറ്റി എൻഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കൺസെപ്റ്റ്സും കൺവെൻഷൻസും ഒക്കെ ഫോളോ ചെയ്യുന്നു. ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെയും കൺസെപ്റ്റ്സിനെയും കൺവെൻഷൻസിനെയാണ് നമ്മൾ യൂഷ്വലി ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അഥവാ ഗ്യാപ്പ് എന്ന് പറയുന്നത്. So these principles, concepts and conventions are usually called generally accepted accounting principles. ഇപ്പം ഗ്യാപ്പിന് മെയിനായിട്ടും 4 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ഓർ അസംപ്ഷൻസ്. അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിൽ വരുന്നതാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി, ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. ഇനി അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഓർ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് റവന്യൂ റിയലൈസേഷൻ, വേരിഫയബിൾ ഒബ്ജക്റ്റീവ് ഓർ ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ, മാച്ചിങ് പ്രിൻസിപ്പിൾ, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ, ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. പിന്നെ വരുന്നതാണ് മോഡിഫയിങ് പ്രിൻസിപ്പിൾസ്. മോഡിഫയിങ് പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് മെറ്റീരിയാലിറ്റി, കൺസിസ്റ്റൻസി, കൺസർവേറ്റിസം.
പിന്നെ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കൂടി ഈ ഒരു തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ട്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് വേരിയസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്സ് ആണ്. ഇനി നമുക്ക് കൺസെപ്റ്റ്സ് ഓർ അസംഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്താ പറയാം സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതിൻ്റെ ആ ഒരു മീനിങ്ങിൽ തന്നെ ഉണ്ട്. സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഓണേഴ്സിനെയും ബിസിനസ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണുക എന്നുള്ള കൺസെപ്റ്റാണ് ഈ ഒരു അക്കൗണ്ടിങ് എൻറ്റിറ്റി അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then it is applicable for all forms of business organization including partnership and sole proprietorship. ഓക്കെ, എല്ലാ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും ആപ്ലിക്കബിൾ ആണ് ഈ ഒരു അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കബിലിറ്റിയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ ഷോ ചെയ്യുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ഈസ് ഷോൺ ഇൻ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അക്കോർഡിംഗ് ടു ദി അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ദെൻ ഇനി നമ്മൾ ഡ്രോയിങ്സ് അല്ലേ, ഡ്രോയിങ്സ് ഫോർ പേഴ്സണൽ യൂസ് ഈസ് treated as deduction from owner's capital due to the accounting entity concept. അപ്പം ഈ ഒരു അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റിൻ്റെ ബേസിസിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രോയിങ്സിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓണേഴ്സ് ക്യാപിറ്റലിൽ നിന്നും റെഡ്യൂസ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്. സോ ഈ ഒരു കാര്യം നമ്മൾ എക്സാമിന് ആപ്ലിക്കേഷൻ ലെവലിൽ അറിഞ്ഞു വെക്കേണ്ടതാണ്. ഇനി സെക്കൻഡ് കൺസെപ്റ്റ് വരുന്നത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. ഇപ്പം ഗോയിങ് കൺസേൺ ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട്. എന്താണ്, ബിസിനസ് ഒരു ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചറിലേക്കുള്ള ആ ഒരു ബിസിനസ്സിൻ്റെ ലൈഫിനെയാണ്, ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചർ ലൈഫിനെയാണ് നമ്മൾ ഗോയിങ് കൺസേൺ, ബിസിനസ് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ പൂട്ടും എന്നുള്ളതല്ല, അതിലുപരി എന്താണ്, ബിസിനസ് ഇനിയും തുടർന്ന് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇനിയും കുറേ കാലം പോകും എന്നുള്ള രീതിയിലാണ് നമ്മൾ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യാറുള്ളത്. സോ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ചാർജിങ് ഡിപ്രീസിയേഷൻ, അപ്പോൾ ഈ ഒരു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത്. അതുപോലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അല്ലേ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നത് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആസ് ലയബിലിറ്റി ഇൻ ബാലൻസ് ഷീറ്റ് അല്ലേ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കാറുണ്ട്, അത് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. ദെൻ പ്രീപെയ്ഡ് അസറ്റ് ആസ് അസറ്റ് ഇൻ ബാലൻസ് ഷീറ്റ്, മുൻകൂട്ടി അടച്ചത് പ്രീപെയ്ഡ് അസറ്റ്, ഇതൊക്കെ ഈ ഒരു ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. അതായത് ഓൺലി ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ക്യാൻ ബി റെക്കോർഡഡ്. നമ്മൾ മണി ടേംസിൽ അളക്കാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണ്, ഇപ്പോൾ ഒരു വർക്കറിൻ്റെ ഡെഡിക്കേഷനോ ലോയൽറ്റിയോ ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുപോലെ തന്നെ മാർക്കറ്റ് കണ്ടീഷൻസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ്, ഇതൊന്നും നമുക്ക് അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓൺലി പ്രൈസ് ചേഞ്ച്, ഇനി വർക്കറിന് കൊടുക്കുന്ന സാലറി, ഇതൊക്കെ മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു മണി ടേംസിൽ നമ്മൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാറുള്ളൂ. ഇനി അടുത്ത വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അതായത് അക്കൗണ്ടിങ് നമ്മൾ റെഗുലറായിട്ട് അല്ലെങ്കിൽ ഒരു റെഗുലർ പീരിയോഡിക് ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നു. അതായത് നോർമലി 12 months ആണ് നമ്മൾ കൊടുക്കാറുള്ളത്, സ്റ്റാർട്ടിങ് ഫ്രം 1st April to 31st March ഓഫ് ദി നെക്സ്റ്റ് ഇയർ. ഈ ഒരു വർഷത്തിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1st April സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇയർ 31st March വരെയാണ് അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. സോ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കറിയാം ഒരു വർഷത്തേക്കാണ് അല്ലേ, 1 ഫിനാൻഷ്യൽ ഇയറിലേക്കാണ് നമ്മൾ നോർമലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. സോ അത് ഈ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് മെയിനായിട്ടുള്ള കൺസെപ്റ്റുകൾ. ചില കേസസിൽ നമ്മൾ റവന്യൂ റെക്കഗ്നീഷൻ കൺസെപ്റ്റിലും വരാറുണ്ട്,
അത് ഓരോ കാറ്റഗറൈസേഷനും ഡിഫറെൻ്റ് ആണ്. ബട്ട് ബേസിക് ആയിട്ട് എന്താണ് ആ കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ അറിഞ്ഞു വെക്കുക. അതാണ് നമ്മളോട് എക്സാമിന് ചോദിക്കുക. ഇനി നമുക്ക് വരുന്നത് കൺവെൻഷൻസ് ഓർ പ്രിൻസിപ്പിൾസ്. റവന്യൂ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ റിയലൈസേഷൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ റിയലൈസേഷൻ കൺവെൻഷൻ. ഓക്കെ, അപ്പം റവന്യൂ ഈസ് റിയലൈസ്ഡ് വെൻ ഗുഡ്സ് ഓർ സർവീസസ് ആർ സോൾഡ് ടു എ കസ്റ്റമർ. അപ്പം നമ്മൾ ഗുഡ്സോ സർവീസസോ നമ്മളൊരു കസ്റ്റമറിലേക്ക് സെല്ല് ചെയ്യുമ്പോൾ ആണ് നമ്മൾ റവന്യൂ റിയലൈസ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. Mere receipt of order of goods or services cannot be taken for realization of revenue. ഓക്കെ, ആ ഒരു റെസീപ്റ്റ് ഓഫ് ഓർഡർ, അതായത് റെസീപ്റ്റ് ഓഫ് ഓർഡർ കിട്ടിയാൽ മാത്രം നമ്മൾ അതൊരു എന്താണ് റവന്യൂ കിട്ടിയതായിട്ട് നമ്മൾ പരിഗണിക്കൂല. നമ്മളെപ്പോഴാണ് സെല്ല് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ റവന്യൂ കിട്ടിയതായിട്ട് നമ്മൾ പരിഗണിക്കുള്ളൂ. അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ ഫേം ട്രാൻസ്ഫർ ഓർ സെൽസ് ഗുഡ്സ് ഇൻ മാർച്ച് ആൻഡ് ക്യാഷ് റിസീവ്സ് ഇൻ മെയ്, അതായത് എപ്പോഴാണ് മാർച്ചിലാണ് ഗുഡ്സ് സെയിൽ ചെയ്യുന്നത്, ക്യാഷ് റിസീവ് ചെയ്യുന്നത് മെയ്യിലാണ്. അങ്ങനെയാണെങ്കിൽ റവന്യൂ വിൽ ബി കൺസിഡേർഡ് ആസ് ഏൺഡ് ഓർ റിയലൈസ്ഡ് ഇൻ മാർച്ച് വെൻ ഗുഡ്സ് വെർ ട്രാൻസ്ഫേർഡ്. അപ്പോൾ ഈ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ്, മാർച്ചിൽ നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തു അല്ലേ, ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, റവന്യൂ ഏൺ ചെയ്തതായിട്ട് വിചാരിക്കുന്നു. നമുക്ക് ക്യാഷ് കിട്ടിയത് മെയ്യിലാണ്, ബട്ട് നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്ത സമയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പം അഡ്വാൻസ് മണി റിസീവ്ഡ് ഫ്രം എ കസ്റ്റമർ കനോട്ട് ബി കൺസിഡേർഡ് ആസ് റവന്യൂ. അഡ്വാൻസ് മണി കിട്ടിയാൽ നമ്മൾ റവന്യൂ കൺസിഡർ ആയിട്ട് ചെയ്യില്ല. ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ റവന്യൂ റിയലൈസ് ചെയ്തതായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. എക്സെപ്ഷൻ ഉണ്ട്, കൺസ്ട്രക്ഷൻ വർക്ക്, ഹയർ പർച്ചേസ്, ഇതൊന്നും ഈ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺവെൻഷൻ ഫോളോ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് വരുന്ന കൺവെൻഷനാണ് ഒബ്ജക്റ്റിവിറ്റി ഓർ വെരിഫയബിലിറ്റി കൺസെപ്റ്റ്. അപ്പം ഇതിൽ പറയുന്നത് എന്താണ്, നമ്മൾ ഏതൊരു കാര്യം റെക്കോർഡ് ചെയ്യുമ്പോൾ, ഏതൊരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പം അതിനൊരു വേരിഫൈങ് ഡോക്യുമെൻ്റ് വേണം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ എന്തൊക്കെയായിരിക്കും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്? ക്യാഷ് മെമ്മോ, സെയിൽസ് ബില്ല്, ഇൻവോയ്സ്, വൗച്ചർ എക്സെട്ര. വെൻ അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആർ ബേസ്ഡ് ഓൺ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇറ്റ് വുഡ് ബി ഈസി ടു വെരിഫൈ ദം. അപ്പോൾ എന്തെങ്കിലും കാര്യം ഇപ്പോൾ ഓഡിറ്റൊക്കെ നടക്കുകയാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും വെരിഫിക്കേഷനൊക്കെ നടക്കുകയാണെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ട് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എന്തെങ്കിലും വേറെ ഫ്രോഡ് ട്രാൻസാക്ഷൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നത് അല്ലേ. കൃത്യമായിട്ടുള്ള സപ്പോർട്ടിങ് എവിഡൻസ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ. ബിസിനസ്സിൽ കുറേ ഫ്രോഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, കൃത്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉള്ള ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ട്രൂത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കമ്പനീസ് ഫിനാൻഷ്യൽ കണ്ടീഷൻ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മാച്ചിങ് കൺസെപ്റ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ്. അപ്പം ഈ മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് എന്താണ്, ആ ഒരു അക്കൗണ്ടിങ് പീരീഡിലെ റവന്യൂ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിലെ എക്സ്പെൻഡിച്ചറുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടാവണം in order to determine the profit and loss. So determination of profit and loss can be done by matching revenue and expenditure of the appropriate accounting period. ഇത് തന്നെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്യുന്നത് അല്ലേ. നമ്മൾക്ക് കിട്ടിയ നമ്മൾ റവന്യൂസ് നമ്മൾ എഴുതുന്നു, നമുക്ക് ഉണ്ടായ എക്സ്പെൻസ് നമ്മൾ കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്നു. സോ ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റി എങ്ങനെയാണ് വരുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആഡഡ് വിത്ത് കൺസേൺഡ് എക്സ്പെൻസസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലേ. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, നമ്മൾ എക്സ്പെൻസസ് പേ ചെയ്തിട്ടില്ല എങ്കിൽ കൂടി എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൺസേൺഡ് എക്സ്പെൻസസിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്.
പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ്, നമ്മൾ എന്തെങ്കിലും മുൻകൂട്ടി എക്സ്പെൻസ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു റെലവൻറ്റ് ഇയറിൽ കൺസിഡർ ചെയ്യുന്നില്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ കൺസേൺഡ് എക്സ്പെൻസിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുന്നു. പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആർ ഡിഡക്റ്റഡ് ഫ്രം കൺസേൺഡ് എക്സ്പെൻസ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം ഇതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഫുൾ ഡിസ്ക്ലോഷർ. അതായത് എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷൻസും നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം നമ്മുടെ അക്കൗണ്ടിങ്ങിൽ. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യണം, എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷനും ഹോണസ്റ്റ്ലി പ്രിപ്പയർഡ് ആയിരിക്കണം, അതുപോലെ തന്നെ ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ച് വരുന്ന ആപ്ലിക്കേഷനാണ് കണ്ടീൻജൻറ്റ് ലയബിലിറ്റീസ് നമ്മൾ കാണിക്കും. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ഷോൺ ആസ് ഫുട് നോട്ട്. നമ്മൾ ഏത് മെത്തേഡാണ് ഡിപ്രീസിയേഷന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ഫുട് നോട്ടായിട്ട് കാണിച്ചിട്ടുണ്ടാവും. പിന്നെ വിൻഡോ ഡ്രസ്സിങ് ഈസ് പ്രൊഹിബിറ്റഡ് ഡ്യൂ ടു ദിസ് പ്രിൻസിപ്പിൾ. ദെൻ സീക്രട്ട് റിസർവ് വയലേറ്റ്സ് ദിസ് പ്രിൻസിപ്പിൾ. സീക്രട്ട് റിസർവ് ഒന്നും വെക്കാൻ വേണ്ടി പാടില്ല. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈച്ച് ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. സോ അത് തന്നെയാണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് ടാലി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കൺസെപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്കറിയാം അല്ലേ, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ വരുന്നത് ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇതൊക്കെ ബേസ് ചെയ്തിട്ട് PSC ക്വസ്റ്റ്യൻ മുൻപ് ചോദിച്ചിട്ടുണ്ട്, ഏത് കൺസെപ്റ്റിലാണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ വരുന്നത്. സോ ഇതിൽ നമ്മൾ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് PSC ലെവലിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടത്. ഇനി അടുത്തത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. അതായത് നമ്മൾ അസറ്റ്സ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് അതിൻ്റെ ആക്ച്വൽ കോസ്റ്റിലാണ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എത്രയാണോ നമ്മൾ പേ ചെയ്തത് ആ ഒരു പർച്ചേസ് പ്രൈസാണ് നമ്മൾ അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ബുക്ക് വാല്യൂ ഓഫ് ദി അസറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ അല്ലേ. നമ്മുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടും ചിലപ്പം കുറഞ്ഞിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ കൂടിയിരിക്കാം, ഡിഫറെൻ്റ് ആയിരിക്കും. ഫ്രീ ഫ്രം എസ്റ്റിമേറ്റ്സ് ആൻഡ് പേഴ്സണൽ ഒപ്പീനിയൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? അതായത് എസ്റ്റിമേറ്റ്സോ പേഴ്സണൽ ഒപ്പീനിയൻസോ ഒന്നും നമ്മുടെ അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ വരാൻ വേണ്ടി പാടില്ല. നമ്മൾ ആക്ച്വലി എത്രയാണോ പർച്ചേസ് പ്രൈസ് അത് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ ചിലപ്പം ചില കേസസിൽ കൂടിയിരിക്കാം കുറഞ്ഞിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു എസ്റ്റിമേറ്റ് ചിലപ്പോൾ നമ്മൾ അവിടെ കൊടുക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്തത് വരുന്നത് മോഡിഫയിങ് പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ വരുന്നത് ഫസ്റ്റ് വൺ വരുന്നതാണ് മെറ്റീരിയാലിറ്റി. അതായത് മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടൻസ് എന്നാണ് ആ ഒരു മീനിങ് വരുന്നത്. അതായത് ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് മാത്രമേ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടെ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓൾ അതർ അൺഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ഷുഡ് ബി ഐദർ ടോട്ടലി ഇഗ്നോർഡ് ഓർ റെക്കോർഡഡ് ആസ് ഫുട് നോട്ട്. അപ്പോൾ എന്താണ്, അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ടോട്ടലി ഇഗ്നോർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഫുട് നോട്ടായിട്ട് റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ അതിനൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പൈസ കിട്ടുകയാണെങ്കിൽ അല്ലേ, ഇപ്പം ഫോർ എക്സാമ്പിൾ 100.5 അല്ലേ, അപ്പോൾ ഇതൊരു പൈസയാണ്, 50 പൈസയാണെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യും, ആ ഒരു എമൗണ്ട് നമ്മളവിടെ എടുക്കില്ല. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കൺസിസ്റ്റൻസി. ആ ഒരു ടേമിൽ തന്നെ ഉണ്ട് അല്ലേ. അതായത് നമ്മളിപ്പം അക്കൗണ്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിപ്രീസിയേഷന് വേണ്ടിയിട്ട് ഒരു മെത്തേഡ് നമ്മൾ എടുക്കുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷം അത് തന്നെ എടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം നമ്മൾ അത് തന്നെ യൂസ് ചെയ്യണം. നമ്മൾ ഡിമിനിഷിങ് വാല്യൂ മെത്തേഡിലേക്കൊന്നും ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. മെത്തേഡ്സ് അഡോപ്റ്റഡ് ഇൻ വൺ അക്കൗണ്ടിങ് ഇയർ ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ് ഇൻ അനദർ ഇയർ. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? പ്രൊവൈഡിങ് കമ്പാരബിലിറ്റി ടു അക്കൗണ്ടിങ് ഡാറ്റ. ഇപ്പോൾ നമ്മൾ ഒരു വർഷം ഒരു മെത്തേഡ് എടുത്തു, അടുത്ത വർഷം വേറൊരു മെത്തേഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡാറ്റേനെ കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ആ കമ്പാരിസൺ പോസിബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരു വർഷം എടുത്ത മെത്തേഡ് തന്നെ മറ്റൊരു വർഷവും നമ്മൾ ഫോളോ ചെയ്യണം.
എങ്കിൽ മാത്രമേ അവിടെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ആപ്ലിക്കബിലിറ്റിയിൽ പറയുന്നുണ്ട് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ, മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് സ്റ്റോക്ക്. ഇനി വരുന്നതാണ് കൺസർവേറ്റിസം. കൺസർവേറ്റിസത്തിന് പറയുന്ന മറ്റൊരു നെയിമാണ് പ്രൂഡൻസ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ കൺവെൻഷൻ ഓഫ് പ്ലേയിങ് സേഫ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് മെയിനായിട്ടും വരുന്നത്? എല്ലാ പോസിബിൾ ലോസസിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം, പക്ഷേ പോസിബിൾ പ്രോഫിറ്റ്സിനെ നമ്മൾ ഇഗ്നോർ ചെയ്യണം. അപ്പം നമ്മൾക്ക് ഈ ഒരു വർഷം നമുക്കൊരു പ്രോഫിറ്റ് വരാനുണ്ട് എന്ന് വിചാരിക്കുകയാണ്, നമ്മളൊരു എസ്റ്റിമേറ്റ് ചെയ്യാണ്, പക്ഷെ അത് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. പക്ഷെ നമ്മളൊരു ലോസ് വരാമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. അസറ്റ്സ് ആൻഡ് റവന്യൂസ് ആർ നോട്ട് ഓവർ സ്റ്റേറ്റഡ്. അതായത് ഒരിക്കലും നമ്മൾ അസറ്റോ റവന്യൂ ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം എന്താണ്? നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ആവും അല്ലേ? പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ടാക്സ് കൂടുതൽ അടയ്ക്കേണ്ടി വരും. പക്ഷെ നമ്മൾക്കിപ്പം ലോസ് നമ്മൾ പോസിബിലിറ്റി കാണിക്കുന്നതുകൊണ്ട് നമുക്കൊരു നഷ്ടം വരാനില്ല. ഇനി അഥവാ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് നമുക്കതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ലോസ് വന്നിട്ടില്ലെങ്കിൽ നമുക്കത് പ്രോഫിറ്റായിട്ട് കിട്ടും. പിന്നെ ലയബിലിറ്റീസ് ആൻഡ് എക്സ്പെൻസസ് ആർ നോട്ട് അണ്ടർ സ്റ്റേറ്റഡ്. ഇപ്പം എന്താണ്? ലയബിലിറ്റീസിനെയും എക്സ്പെൻസിനെയും നമ്മൾ അണ്ടർ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻവെൻട്രി ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോസ്. സോ ഇറ്റ് മേ ബി ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം അല്ലേ? ഇൻവെൻട്രി വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ അക്കോർഡിംഗ് ടു വിച്ച് പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു വിച്ച് കൺസെപ്റ്റ് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കണം കൺസർവേറ്റിസമാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. കുറേ കാണുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ അടിക്കാൻ വേണ്ടി പാടില്ല. കൃത്യമായിട്ട് ആ ഒരു 4 ഓപ്ഷനിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. നമ്മൾ പ്രൊവിഷനൊക്കെ കൊടുക്കാറുണ്ട്, അതും ഈ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്. സോ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അക്കൗണ്ടിങ് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾസിലൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഇങ്ങനെ വാരി വലിച്ച് പഠിക്കാതെ എന്ത് ചെയ്യുക? നമ്മൾ പോയിന്റ് വെച്ച് പഠിക്കുക, കൃത്യമായിട്ട് അതിൻ്റെ ആപ്ലിക്കബിലിറ്റി വെച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് പോർഷൻസ്, അതായത് നമ്മുടെ സിലബസിൽ ആ ഒരു 2-3 പോയിന്റ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മീനിങ് ആൻഡ് ഡെഫിനീഷൻ, ഒബ്ജക്റ്റീവ്സ്, ദെൻ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ വരുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.